പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4 വർഷ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ MDC സബ്ജക്റ്റ് ആണ് ഡിജിറ്റൽ എക്കോണമി. ഈ MDC പ്രൊവൈഡ് ചെയ്യുന്നത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന MDC ആണ്. ആ MDC വിഷയത്തിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറുമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 1 ഫൗണ്ടേഷൻ ഓഫ് ദ ഡിജിറ്റൽ എക്കോണമി. അഭിജിത്ത് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഫസ്റ്റ് 2 മാർക്സ് ക്വസ്റ്റ്യന് നമ്മൾ ഡിജിറ്റൽ എക്കോണമി. ദ ഡിജിറ്റൽ എക്കോണമി ഇൻവോൾവ്സ് എക്കണോമിക് ആക്ടിവിറ്റീസ് പവേർഡ് ബൈ ഡിജിറ്റൽ ടെക്നോളജി ഇൻക്ലൂഡിംഗ് ദ ഇന്റർനെറ്റ്, മൊബൈൽ ഡിവൈസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്. ഡിജിറ്റൽ എക്കോണമി എന്ന് പറയുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതിനെ എന്ത് പറയാ, ഡിജിറ്റൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അത് പവർ ചെയ്തുകൊണ്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയെ എന്ത് പറയാ, ഡിജിറ്റൽ എക്കോണമി എന്ന് പറയാം. അതിൽ ഇന്റർനെറ്റ് ആവും, മൊബൈൽ ഡിവൈസ്, ഡാറ്റ അനലിറ്റിക്സ്, ഓൺലൈൻ ബാങ്കിങ്, ഇതൊക്കെ ഇതിൽ ഉൾക്കൊള്ളും. ഇത് ട്രാൻസ്ഫോം ട്രഡീഷണൽ ഇൻഡസ്ട്രി ബൈ ഇനാബിളിംഗ് ന്യൂ ബിസിനസ് മോഡൽ ആൻഡ് ഗ്രേറ്റർ എഫിഷ്യൻസി. ഇത് പഴയ കാലത്തെ വ്യവസായങ്ങളെ പുതിയൊരു ബിസിനസ് മോഡലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയും അതിലൂടെ ഗ്രേറ്റർ എഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. The Internet of Things is a network of connected devices that collect the share data through the internet. Internet of Things എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് കണക്റ്റഡ് ഡിവൈസ്, കുറെ കണക്റ്റഡ് ഡിവൈസിന്റെ ഒരു നെറ്റ്വർക്ക്. ദാറ്റ് കളക്ട്, അത് കളക്ട് ചെയ്യും ആൻഡ് ഷെയർ ഡാറ്റ ത്രൂ ഇന്റർനെറ്റിലൂടെ അത് കളക്ട് ചെയ്ത് ഡാറ്റ അത് ഷെയർ ചെയ്യും. ഇറ്റ് ഇംപ്രൂവ് ഓട്ടോമേഷൻ, ഇത് കാര്യങ്ങൾ ഓട്ടോമേഷൻ ആകും. ആൻഡ് റിയൽ ടൈം മോണിറ്ററിംഗ് ഇൻ ഇൻഡസ്ട്രി ലൈക്ക് ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ ആൻഡ് സ്മാർട്ട് ഹോംസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോകുമ്പോൾ അതിന്റെ നമ്മളെ പേര് രജിസ്റ്റർ ചെയ്താൽ ഡോക്ടറിലേക്ക് അത് എത്തുന്നു. ഓക്കെ, ഡോക്ടറിലേക്ക് ഇന്ന ആളുടെ പേരും ഡീറ്റെയിലും എത്തുന്നു. പിന്നീട് നമ്മൾ ചെല്ലുമ്പോഴും ആ സാധനം അവിടെ ഉണ്ടാകും, നമ്മളെ എല്ലാ ഡീറ്റെയിൽസും. അതാണ് ഹെൽത്ത് കെയർ ഇതിൽ. ഒരു കോളേജിൽ ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ, ഒരു കോളേജിൽ ഒരു ഫോം കോളേജിന്റെ തുടക്കത്തിൽ കൊടുത്തു, അഡ്മിഷൻ സമയത്ത് ചെല്ലുമ്പോൾ ഒരു ഫോം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ സെന്ററിലേക്കും എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഫീസ് അടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയാണ് ഫീസ് എന്ന് പറയും. ഓക്കെ, അതിനെന്ത് പറയാം, അത് ഒരു ഓട്ടോമേഷൻ ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റഡ് ഡിവൈസുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഭാഗത്തുനിന്ന് ഡാറ്റ കളക്ട് ചെയ്താൽ ബാക്കി എല്ലായിടത്തേക്കും ഡാറ്റ ഷെയർ ചെയ്യും. അതുകൊണ്ട് ഫീസ് അടക്കുന്നതോടുകൂടി പിന്നെ നമ്മൾ പ്രിൻസിപ്പാളെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫീ പേ ചെയ്തത് അവിടെ കാണും. അതിനെന്ത് പറയാം, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അലോസ് യൂസേഴ്സ് ടു ആക്സസ് കമ്പ്യൂട്ടിംഗ് സർവീസ്. യൂസറിന് കമ്പ്യൂട്ടിംഗ് സർവീസുകളായിട്ടുള്ള സെർവേഴ്സ്, സ്റ്റോറേജ്, ആപ്ലിക്കേഷൻ ഓവർ ദ ഇന്റർനെറ്റിലൂടെ സ്റ്റോറേജ്, സെർവേഴ്സ്, ആപ്ലിക്കേഷൻ ഇതൊക്കെ യൂസറിന് അലോ ചെയ്യുകയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇറ്റ് റെഡ്യൂസ് ദ നീഡ് ഫോർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് സ്കെയിലബിലിറ്റി ആൻഡ് റിമോട്ട് വർക്ക്. ഇതിന് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആവശ്യമില്ല, സപ്പോർട്ട് സ്കെയിലബിലിറ്റി ആൻഡ് റിമോട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റകളെല്ലാം, സ്റ്റോറേജ് എല്ലാം ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ എന്തിന്റെ ആവശ്യമില്ല, ഒരു ഫിസിക്കൽ ആയിട്ട് ലാപ്ടോപ്പോ മറ്റു കാര്യങ്ങളൊന്നും. നമ്മൾ അതിന്റെ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് എവിടെ നിന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. Artificial intelligence, AI. AI refers to system that stimulate human intelligence to perform tasks like learning, reasoning and decision making. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതെന്ത് ചെയ്യാം, ഹ്യൂമൻ ഇന്റലിജൻസിനെ സിമുലേറ്റ് ചെയ്യും ടു പെർഫോം ടാസ്ക്. പല ടാസ്കുകളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമന്റെ ബുദ്ധിയെ സിമുലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ലേണിംഗ്, റിസണിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. AI വൈഡ്ലി യൂസ്ഡ് ഏരിയാസ് സച്ച് ആസ് ഹെൽത്ത് കെയർ, ഡയഗ്നോസ്റ്റിക്സ്, ചാറ്റ് ബോട്ട്, റെക്കമെൻഡേഷൻ സിസ്റ്റം. നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ AI സിസ്റ്റം ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പല അസുഖങ്ങളും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ചാറ്റ് ബോട്ട്, അതേപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റം. അങ്ങനെ AI ആർട്ടിഫിഷ്യൽ ഒരു ഇന്റലിജൻസിലൂടെ ഒരു ഡിസിഷൻ മേക്കിംഗ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇനി ഡിജിറ്റൽ ഗുഡ്സ് ആൻഡ് സർവീസ്. ഡിജിറ്റൽ ഗുഡ്സ് ആർ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ്. അത് ടാഞ്ചിബിൾ ആയിരിക്കില്ല, അതൊരു ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇ ബുക്സ്, സോഫ്റ്റ്വെയർ, മ്യൂസിക് വിച്ച് ആർ ഡെലിവേർഡ് ഇലക്ട്രോണിക്കലി ആയിട്ടായിരിക്കും ഡെലിവറി. ഒരു ഫിസിക്കൽ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ഡിജിറ്റൽ സർവീസ് ഇൻക്ലൂഡ് ഓൺലൈൻ ബാങ്കിങ്, ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ എന്റർടൈൻമെന്റ് സർവീസ്. ഡിജിറ്റലിലൂടെ നമുക്ക് പല സർവീസുകളും ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ ഡിജിറ്റൽ സർവീസ് എന്ന്. ഡിജിറ്റൽ ഗുഡ്സ് എന്ന് പറയാൻ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇനി ഫ്രീമിയം മോഡൽ. ഫ്രീമിയം മോഡൽ പ്രൊവൈഡ് ബേസിക് വേർഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോർ ഫ്രീ. ഒരു സാധനത്തിന്റെ ബേസിക് വേർഷൻ ഫ്രീ ആയിട്ട് ലഭിക്കും. ആൻഡ് ചാർജസ് ഫോർ പ്രീമിയം ഫീച്ചേഴ്സ്. നമ്മൾ ഒരു ഏതെങ്കിലും ഒരു ആപ്പ് എടുക്കുക, ആ ആപ്പിന്റെ ഫസ്റ്റ് ഘട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കും. പിന്നീട് അതിന്റെ പ്രീമിയം ഫീച്ചർ ലഭിക്കണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കേണ്ടി വരും. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ് പോലെ അതിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ജോയിൻ ചെയ്യുന്നതോടുകൂടി ചിലപ്പോൾ ലഭിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ പല ഇതുപോലുള്ള സോഫ്റ്റ്വെയർ, സൂം,
നമ്മുടെ ChatGPT ഈ കാര്യങ്ങളൊക്കെ ഫ്രീമിയം മോഡലാണ്. അതിന്റെ പ്രീമിയം ഫീച്ചേഴ്സ് ലഭിക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. ഇറ്റ് അട്രാക്ട് യൂസേഴ്സ് ഇനീഷ്യലി, ഈ യൂസേഴ്സിനെ ഇനീഷ്യൽ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ കൺവേർട്ട് എ പോർഷൻ ഓഫ് ദം ഇൻ ടു പേയിങ് കസ്റ്റമർ. കസ്റ്റമറിന് കൊടുക്കുന്നതോടുകൂടി തന്നെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് നമ്മൾ പിന്നീട് നമ്മൾ ഫീസ് കൊടുത്താണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രീമിയം കാര്യങ്ങൾ അതിനെ ഫ്രീമിയം മോഡൽ എന്ന് പറയും. ഓക്കെ, ആദ്യത്തിൽ ഫ്രീ, പിന്നീട് എന്തെങ്കിലും ചാർജ് കൊടുക്കേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ, ഇൻ ദിസ് മോഡൽ യൂസേഴ്സ് പേ എ റിക്വയറിംഗ് ഫീസ്, ഒരു റിക്വയറിംഗ് ഫീസ് കൊടുക്കണം ടു ആക്സസ് ഫോർ സർവീസ് ഓർ പ്രൊഡക്റ്റ്. നമുക്ക് അത് കിട്ടണമെങ്കിൽ മന്ത്ലി ആയിട്ടോ ആനുവൽ ആയിട്ടോ എന്ത് ചെയ്യണം, നമ്മൾ ഫീ കൊടുക്കണം. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ്. ഇറ്റ് പ്രൊവൈഡ് പ്രഡിക്റ്റബിൾ റവന്യൂ ഫോർ കമ്പനീസ് ആൻഡ് കൺവീനിയൻസ് ഫോർ യൂസേഴ്സ്. ഇത് എന്ത് ചെയ്യും, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന റവന്യൂ കമ്പനിക്ക് കിട്ടും. ഇത്ര ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അടുത്ത മാസം ഇത്ര വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ യൂസേഴ്സിന് കൺവീനിയൻസ്. ഇത് സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും അതിനുള്ള ഫീസ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പോകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും സാധിക്കും. അതിന് എന്താ പറയാ, സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡൽ. മാർക്കറ്റ് പ്ലേസസ്. ഡീറ്റെയിൽ മാർക്കറ്റ് പ്ലേസസ് കണക്ട് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൺലൈൻ, ഇനാബിളിംഗ് എഫിഷ്യന്റ് ട്രാൻസാക്ഷൻ. ഓൺലൈനിൽ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണക്ട് ചെയ്യുന്ന മേഖല എന്ത് പറയാ, എഫിഷ്യന്റ് ട്രാൻസാക്ഷൻ കണക്ട് ചെയ്യുന്നതിനെ എന്ത് പറയാ, ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസസ് എന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ ഇൻക്ലൂഡ് ആമസോൺ ഫോർ ഗുഡ്സ്, ഫൈബർ ഫോർ ഫ്രീലാൻസ് സർവീസ്. അങ്ങനെ പല സർവീസുകൾക്കും നമുക്ക് നമ്മൾ ബയറാണ്, നമ്മൾ വാങ്ങുന്ന ആളാണ്. നമ്മൾ ആമസോണിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു. നമ്മൾ എവിടെയാണ് ഈ ഒരു ഫിസിക്കലായിട്ട് പോകുന്നില്ലല്ലോ, നമ്മൾ ഓൺലൈനിൽ പോകുന്നു, നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു, അത് വീട്ടിലേക്ക് എത്തുന്നു. ടു സൈഡഡ് മാർക്കറ്റ് ആൻഡ് മൾട്ടി സൈഡഡ് പ്ലാറ്റ്ഫോം. ദിസ് പ്ലാറ്റ്ഫോം കളക്ട് ടു മോർ യൂസർ ഗ്രൂപ്പ് ഹു ബെനിഫിറ്റ് ഫ്രം ഈച്ച് അതേഴ്സ് പാർട്ടിസിപ്പേഷൻ. ഈ ടു സൈഡഡ് മാർക്കറ്റ്, ദിസ് പ്ലാറ്റ്ഫോം കണക്ട് ചെയ്യാൻ ടു മോർ യൂസേഴ്സിനെ ഗ്രൂപ്പ് ഹു ബെനിഫിറ്റ് ഫ്രം ഈച്ച് അതേഴ്സ് പാർട്ടിസിപ്പേഷൻ. ടു സൈഡഡ് മാർക്കറ്റ് രണ്ടുപേരുകൾ, മൾട്ടി സൈഡഡ് മൾട്ടി ആയിരിക്കും. എക്സാമ്പിൾ ഇൻക്ലൂഡ് യൂബർ ഡ്രൈവേഴ്സും പാസഞ്ചേഴ്സും, ഗൂഗിൾ യൂസേഴ്സും അഡ്വർടൈസും. അതിനാണ് ടു സൈഡഡ് എന്ന് പറയാം. മൾട്ടി സൈഡഡ് രണ്ടിലധികം ആളുകൾ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം ടു സൈഡഡ്. അതേപോലെ തന്നെ മൾട്ടി സൈഡഡ് എന്ന് പറയാം. Digital platform. Digital platform are online system that enable users to interact, exchange content and conduct business. Digital platform എന്ന് പറയുന്നത് ഓൺലൈൻ സിസ്റ്റം ആണ്. അതിൽ എന്ത് ചെയ്യാണ്, യൂസേഴ്സിന് ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും, കണ്ടന്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ബിസിനസ് നടത്താൻ പറ്റും. ഇൻക്ലൂഡ് സോഷ്യൽ മീഡിയ സൈറ്റ്സ്, സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ ലേണിംഗ് ടൂൾ, ഇൻസ്റ്റാഗ്രാം പോലുള്ള ടൂളുകളൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. ഇനി നെറ്റ്വർക്ക് എഫക്ട്. നെറ്റ്വർക്ക് എഫക്ട് occur when the value of a product or service increases as more people use it. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ത് ചെയ്യാണ്, വാല്യൂ സർവീസ് ഇൻക്രീസ് ചെയ്യും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന തോറും. എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം നമ്മൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്ന തോറുമാണ് എന്ത് ചെയ്യുന്നത്, അത് ഗ്രോ ചെയ്യുന്നത്. കൂടുതൽ ആളുകൾ യൂസ് ചെയ്യും തോറും അതിന്റെ വാല്യൂ കൂടുന്നതിനെ നെറ്റ്വർക്ക് എഫക്ട് എന്ന് പറയാം. പോപ്പുലർ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഗ്രോ സ്ട്രോങ്ങർ ആസ് യൂസർ മെമ്പേഴ്സ് ഇൻക്രീസ്. കൂടുതൽ യൂസർ അതിലേക്ക് എത്തുതോറും അവർ അതിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റും. അതാണ് അതിന്റെ വാല്യൂ കൂടുന്നു പറയുന്നത് നെറ്റ്വർക്ക് എഫക്ട്. ഇൻഫർമേഷൻ വാല്യൂ ചെയിൻ. The information value chain describe how raw data is collected, processed, analyzed and transformed into useful insights. ഇൻഫർമേഷൻ വാല്യൂ ചെയിൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് റോ ആയിട്ടുള്ള ഡാറ്റ, പറഞ്ഞാൽ അതിന് കളക്ട് ചെയ്തിട്ട് അതിന് ഇതുണ്ടായിരിക്കില്ല, അത് കാറ്റഗറൈസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ ഡാറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, പ്രോസസ് ചെയ്തത്, അത് അനലൈസ് ചെയ്ത് ആൻഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു യൂസ്ഫുൾ ഇൻസൈറ്റ്. അത് എന്നിട്ട് എന്ത് ചെയ്ത് ഒരു ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് മാറ്റിയത്. അതിനെ എന്ത് പറയാ, ഇൻഫർമേഷൻ വാല്യൂ ചെയിൻ. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മേക്കിംഗ് ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ ഇൻ ദ ഡിജിറ്റൽ എക്കോണമി. ഇത് ഡിജിറ്റൽ എക്കോണമിയിലെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻ എടുക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾ കുറെ ആളുകൾ ഒരു സാധനം വാങ്ങുന്നു, ആ കമ്പനിക്ക് അവരുടെ ആ ഡാറ്റ അവരുടെ കയ്യിലുണ്ടാവും. ഏതൊക്കെ തരം ആളുകൾ ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇൻഫർമേഷൻ വാല്യൂ ചെയിനിൽ അത് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ട് യൂസ്ഫുൾ ആയിട്ട് ഒരു ഫൈനൽ സൊല്യൂഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനെ ഇൻഫർമേഷൻ വാല്യൂ ചെയിൻ എന്ന് പറയും. ഇനി ബിഗ് ഡാറ്റ റെഫേഴ്സ് ടു വാസ്റ്റ് എമൗണ്ട് ഓഫ് സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ ജനറേറ്റഡ് അറ്റ് ഹൈ സ്പീഡ് ഫ്രം വേരിയസ് സോഴ്സിൽ നിന്ന് ഹൈ സ്പീഡിലൂടെ സ്ട്രക്ചർ ചെയ്ത ഡാറ്റയോ അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ഡാറ്റയോ ഒരു വാസ്റ്റ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്ന ബിഗ് ഡാറ്റ എന്ന് പറയാം. നമുക്ക് കുറെ കമ്പനികളുടെ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ, അതിനെ ബിഗ് ഡാറ്റ എന്ന് പറയാം. അനലൈസിംഗ് ബിഗ് ഡാറ്റ ഹെൽപ്സ് ഓർഗനൈസേഷൻ അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ്സ്, ബിഹേവിയർ ആൻഡ് പാറ്റേൺ. നമുക്ക് ഒരു 2 ലക്ഷം 3 ലക്ഷം ആളുകളുടെ ഒക്കെ അവരുടെ കൺസ്യൂമർ പ്രിഫറൻസ് ഡാറ്റ ഒക്കെ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ട്രെൻഡ്സ് അറിയാൻ സാധിക്കും, ബിഹേവിയർ അറിയാൻ സാധിക്കും, അവരുടെ പാറ്റേൺ അറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഡാറ്റ എന്ന് പറയാം കുറെ ഹൈ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ന് പറയാം ബിഗ് ഡാറ്റ എന്ന് പറയാം. ഡാറ്റ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻവോൾവ്സ് policy and technology that ensure the
പ്രൈവസി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ. ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും സെക്യൂരിറ്റി എന്ന് പറയുന്നതും ഇതെന്ത് ചെയ്യാ ആ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പോളിസി ആൻഡ് ടെക്നോളജി. പോളിസികളും ടെക്നോളജിയും അതെന്ത് ചെയ്യാണ് ഒരു ഡാറ്റയുടെ ഡീറ്റെയിൽ ഇൻഫർമേഷന്റെ പ്രൈവസിയും ഇന്റഗ്രിറ്റിയും എൻഷുർ ചെയ്യുന്നതിനെ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇറ്റ് സേഫ് ഗാർഡ് പേഴ്സണൽ ആൻഡ് സെൻസിറ്റീവ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ആൻഡ് മിസ്യൂസ്. നമ്മൾക്കൊക്കെ അറിയാം ചില ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന നമ്മളെ പേഴ്സണൽ വിവരങ്ങൾ അവർ ചോർത്തു എന്നുള്ള നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യണം. പേഴ്സണൽ സെൻസിറ്റീവ് ഡാറ്റ അൺഓതറൈസ്ഡ് ആക്സസും മിസ്യൂസും ചെയ്യുന്നതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യുന്നതിന് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറയാം. ഡാറ്റ ബ്രീച്ചസ് ആൻഡ് സൈബർ അറ്റാക്ക്. Data breaches and cyber attack occur when hackers gain unauthorized access to system or information. They can cause financial losses, privacy violation, and damage to reputation. Data breaches and cyber attack occur when hackers gain unauthorized access to system or information unauthorized access ആയിട്ട് hackers എടുക്കുന്ന എന്താണ് data breaches or cyber attack. ഇതിലൂടെ എന്ത് ചെയ്യും? They can cause financial loss ഉണ്ടാവും, നമുക്ക് പ്രൈവസി വയലേഷൻ ഉണ്ടായിരിക്കും, ഡാമേജ് ടു റെപ്യൂട്ടേഷൻ, നമ്മുടെ റെപ്യൂട്ടേഷന് ഡാമേജും ഉണ്ടാവാനുള്ള സാധ്യത. ഇനി അർപ്പാനെറ്റ് ഈസ് എ ഫസ്റ്റ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ആൻഡ് കീ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇന്റർനെറ്റ്. ഫസ്റ്റ് പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക് ആണ്, കീ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇന്റർനെറ്റിന്റെ കീ ഫൗണ്ടേഷൻ ആണ്. ഡെവലപ്ഡ് ബൈ ദ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഇൻ ദ ലേറ്റ് 96. 1960 US ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് കണക്റ്റഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇൻഫർമേഷൻ ഷെയറിംഗ്. അത് കണക്ട് ചെയ്തത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിനാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.